അതെ, ഇന്നലെ ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നല്ല സ്ട്രോബെറീസ് കിട്ടി, നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നുകൊണ്ട് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറീസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സി ഇട്ട് അടിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മളൊരു പാനിലാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർക്കുക. കുറച്ചധികം പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും, കാരണം അല്ലെങ്കിൽ നമ്മൾ ബ്രെഡിലൊക്കെ തേക്കുമ്പോഴേക്കും ജാമിന് മധുരം കുറവായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ കുരുവില്ലാതെ വേണം കേട്ടോ നമുക്ക് നാരങ്ങ എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം ഇതിൽ നിന്ന് സ്ട്രോബെറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നല്ലതുപോലെ അലുന്നത് ഒരു ജാം പോലെ ആയി വരും. നല്ലതുപോലെ അലുന്നത് ജാമിൻ്റെ ഒരു നല്ല കൺസിസ്റ്റൻസി, ആ ഒരു ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നതാണ് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു നല്ലൊരു കഴുകി വൃത്തിയാക്കി ഒരു ജാറിലെടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും